ഏക് ആശീർവാദ് ഒരു സാമാന്യമായ ഒരു എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആശീർവാദമാണ്, അനുഗ്രഹമാണ്. ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നൊരു സംഭവം. ഇത് എഴുതിയത് ദുഷ്യന്ത് കുമാറാണ്. വളരെ ചെറുതാണ്. ഓരോ വാക്കൊക്കെയുള്ള 1, 2, 3, 4, 5 വരികളിൽ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ 5 വാക്കുണ്ടെങ്കിൽ ഒരു വരിയാകും. അപ്പം വളരെ പെട്ടെന്ന് തീരുന്ന ഒരു ചെറിയ കവിത. പക്ഷെ കവിത ചെറുതാകും തോറും അതിൻ്റെ അർത്ഥവ്യാപ്തികൾ വളരെ വലുതായിട്ടും വരാറുണ്ട്. കവിത വായിക്കാം. ഏക് ആശീർവാദ്. ആശീർവാദാണ്. അപ്പം വലതുവശത്ത് വള്ളി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജാ തേരെ സ്വപ്ന ബഡേ ഹോ, भावना के गोद से उतरकर जल्द पृथ्वी पर चलना सीखे, चांद तारों से अप्राप्य सच्चाइयों के लिए रूठना मचलना सीखे, हंसे मुस्कुराए गाए, हर दिए की रोशनी देखकर ललचाए, उंगली जलाए, अपने पाँवों पर खड़े हो, जा तेरे स्वप्न बड़े हो. നിൻ്റെ സ്വപ്നം, നിങ്ങൾ വലിയ നമ്മുടെ അബ്ദുൽ കലാം സാർ പറയുന്നത് പോലെയാണ്, സ്വപ്നം കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക, എന്നാലേ നമുക്കതിൻ്റെ ഒരു മികച്ച നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഭാവനാക്ക് ഗോത് ഞാൻ മടിത്തട്ടാണ്, ലാപ്പ്. ഭാവനാക്ക് ഗോദസെ ഉതർക്കർ ജൽദ് പൃഥ്വി പർ ചലന സീക്കോ. നമ്മളിങ്ങനെ സങ്കല്പ ലോകത്തിൽ നിന്ന് ഇറങ്ങി ഈ മണ്ണിലൂടെ നടക്കണം, പ്രാക്ടിക്കലാകണം. പൃഥ്വി, ഭൂമി, ക്ഷമ, ഉർവി, ചാന്ദ് താരോം സി അപ്രാപ്യ സച്ചായിയോം കേലിയെ. സച്ചായി യാഥാർത്ഥ്യം. എങ്ങനത്തെയാണ്? അപ്രാപ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. എന്തുകൊണ്ടാണ് അപ്രാപ്യം? അത് ചാന്ദ് സിതാരോം ജയ്സി ഹെ. നക്ഷത്രങ്ങളും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ അങ്ങ് ദൂരെയുള്ളതാണ്. പക്ഷെ ആ സ്വപ്നവും നമ്മൾ യാഥാർത്ഥ്യമാക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. രുഢുന മചൽന സീഖേം. പിണങ്ങാനും വാശിയോടെ, അതങ്ങനെ എടുത്താൽ മതി. നമ്മൾ അതിനുവേണ്ടി വാശിയോടെ പ്രയത്നിക്കണം. ഹസേം, നേരത്തെ പറഞ്ഞതാണ്, ചിരിക്കണം. മുസ്കുരായേം, സ്മൈൽ, പുഞ്ചിരിക്കണം. ഗായേം, പാട്ടുപാടണം. ഹർ ദിയേക്ക് രോഷിനി ദേഖക്കർ ലൽച്ചായേം. ഓരോ ദീപത്തിൻ്റെയും വെളിച്ചം കണ്ടിട്ട്, പ്രകാശം കണ്ടിട്ട് നമ്മൾ കൊതിക്കണം. അത് അടിച്ചു കെടുത്താനായിട്ടല്ല, അതുപോലെ പ്രകാശിക്കാനായിട്ടുള്ള ഒരു മോഹം നമുക്ക് തോന്നണം. ഉങ്കലി ജലായും, അതിലൊന്ന് തൊട്ടു നോക്കണം, അപ്പോൾ കൈ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിനെ സ്പർശിക്കുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യ ബോധമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് മാത്സ് ചെയ്യുമ്പം കണക്ക് പല പ്രാവശ്യം പല ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് പ്രീ എക്സാംസ് ഒത്തിരി നടത്തുന്നത് അതുകൊണ്ടാണ്. അത് എഴുതി വേണം നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട്. ജലാന, പൊള്ളിക്കുക. ഉങ്കലി, വിരൽ. അപ്പനെ പാവോംബർ ഖടേഹോ, നമ്മുടെ കാലുകളിൽ നിൽക്കണം. നമ്മുടെ അഭിഷാദ് ഗുരുവായൂർ എന്നുള്ള മോട്ടിവേറ്റർ സാധാരണയല്ല, അദ്ദേഹം ഓരോ പ്രാവശ്യം ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ഇപ്പം നിൽക്കുന്നത് ആരുടെ കാലിലാണ്? ഇപ്പം നിൽക്കുന്നത് എൻ്റെ കാലിലല്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയും എൻ്റെ കുംഭ നിറയ്ക്കാനായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്നത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കാലിൽ നടക്കാൻ പറ്റുള്ളൂ. അവരത് നിർത്തിക്കഴിഞ്ഞാലോ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിച്ച് അതിൻ്റെ എനർജി കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോഴേ ഇത് നമ്മുടെ സ്വന്തം കാലാവുകയുള്ളൂ. അപ്പം നമ്മൾ സ്വന്തം കാലിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പഠിക്കണം. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ കുട്ടിയാണെന്നുള്ളതോ അല്ലെങ്കിൽ കണ്ണ് കാണുന്നില്ല എന്നുള്ളതോ നടക്കാൻ വയ്യ എന്നുള്ളതൊന്നും അല്ല നമ്മുടെ വിഷയം. ക്രിയേറ്റീവായിട്ട്, സർഗപരമായിട്ട് നമ്മൾ എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10 lakh rupees എങ്കിലും വരത്തക്ക തരത്തിൽ നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാനീ ചെയ്യുന്നത് പോലെ യൂട്യൂബിൽ ചെയ്യാം, ഫേസ്ബുക്ക്, എവിടെ വേണമെങ്കിലും. അത് വീട്ടുകാരുടെ കൂടെ സമ്മതത്തോടെ വേണം ചെയ്യാൻ. ആ സാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് വഴക്ക് കേൾപ്പിച്ച് തരരുത്. ഓക്കെ.
ഉംഗലി ജലായിയും അപ്പനെ പാവോം പാർ ഖടേ ഹോ ജാ തേരെ സ്വപ്ന ബഡേ. വലിയ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനുള്ളത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. അതിനുവേണ്ടി പ്രവർത്തന മാർഗത്തിലേക്ക് ഇപ്പോഴേ ഇറങ്ങിക്കോളൂ. ഇത് വെറുതെ ഒരു 4-5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും എഴുതാൻ പറ്റും. അതിൽ എന്തൊക്കെയുണ്ട് ചോദ്യങ്ങൾ വിശേഷപ്പെട്ടതെന്ന് നോക്കാം. ഇതെല്ലാം വലുതായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എന്നാലും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്ത് വെച്ചാണ്. ഇതിൻ്റെ എക്സസൈസ് എല്ലാം നിങ്ങൾ നോക്കി പോകണം കേട്ടോ. ഇതിനകത്ത് അങ്ങനെ വിശേഷിച്ച് വലിയ കടുപ്പമുള്ള പണിയൊന്നും തന്നിട്ടില്ല. എളുപ്പത്തിൽ പോകാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഹരിദ്വാർ എന്നുള്ള ഒരു പാഠമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിലേക്കൊരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞു തരാം. പിന്നീട് ലൈവായിട്ട് പിന്നീട് വരാം. അതിപ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാ ആശംസകളും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി റെഡിയായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോളൂ.